ദിനവൃത്താന്തം 21 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം സാത്താൻ ഇസ്രയേലിന് വിരോധമായി എഴുന്നേറ്റു ഇസ്രയേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. ദാവീദ് യോവാബിനോടും ജനത്തിന്റെ പ്രഭുക്കന്മാരോടും, നിങ്ങൾ ചെന്ന് ബേർശേബ മുതൽ ദാൻ വരെ ഇസ്രയേലിനെ എണ്ണി അവരുടെ സംഖ്യ ഞാൻ അറിയേണ്ടതിന് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. അതിന് യോവാബ്, യഹോവ തന്റെ ജനത്തെ ഉള്ളതിൽ 100 ഇരട്ടിയായി വർദ്ധിപ്പിക്കട്ടെ, എങ്കിലും എന്റെ യജമാനായ രാജാവേ, അവർ ഒക്കെയും യജമാന്റെ ദാസന്മാരല്ലയോ? യജമാനൻ ഈ കാര്യം അന്വേഷിക്കുന്നത് എന്ത്? ഇസ്രയേലിന് കുറ്റത്തിന്റെ കാരണമായി തീരുന്നത് എന്തിന് എന്ന് പറഞ്ഞു. എന്നാൽ യോവാബ് രാജാവിന്റെ കൽപ്പന അനുസരിക്കേണ്ടി വന്നു. അതുകൊണ്ട് യോവാബ് പുറപ്പെട്ട് എല്ലാ ഇസ്രയേലിലും കൂടി സഞ്ചരിച്ച് യെരുശലേമിലേക്ക് മടങ്ങിവന്നു. യോവാബ് ജനത്തെ എണ്ണിയ സംഖ്യ ദാവീദിന് കൊടുത്തു. ഇസ്രയേലിൽ ആയുധപാണികളെല്ലാം കൂടി 11 ലക്ഷം പേർ, യഹൂദയിൽ ആയുധപാണികൾ 4,70,000 പേർ. എന്നാൽ രാജാവിന്റെ കൽപ്പന യോവാബിനു വെറുപ്പായിരുന്നതുകൊണ്ട് അവൻ ലേവിയെയും ബെന്യാമീനെയും അവരുടെ കൂട്ടത്തിൽ എണ്ണിയില്ല. ദൈവത്തിനു ഈ കാര്യം അനിഷ്ടമായിരുന്നതുകൊണ്ട് അവൻ ഇസ്രയേലിനെ ബാധിച്ചു. അപ്പോൾ ദാവീദ് ദൈവത്തോട്, ഈ കാര്യം ചെയ്തതിനാൽ ഞാൻ മഹാപാപം ചെയ്തിരിക്കുന്നു. എന്നാൽ അടിയന്റെ അകത്തിന് ക്ഷമിക്കണമേ, ഞാൻ വലിയ ഭോഷത്വം ചെയ്തുപോയി എന്ന് പറഞ്ഞു. യഹോവ ദാവീദിന്റെ ദർശകനായ ഗാദിനോട് അരുളി ചെയ്തതെന്നാൽ, നീ ചെന്ന് ദാവീദിനോട്, ഞാൻ 3 കാര്യം നിന്റെ മുമ്പിൽ വെക്കുന്നു, അവയിൽ ഒന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക, അത് ഞാൻ നിന്നോട് ചെയ്യും എന്ന് യഹോവ അരുളി ചെയ്യുന്നുവെന്ന് പറക. അങ്ങനെ ഗാദ് ദാവീദിന്റെ അടുക്കൽ ചെന്നു അവനോട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, 3 സംവത്സരത്തെ ക്ഷാമമോ, നിന്റെ ശത്രുക്കളുടെ വാൾ നിന്നെ തുടർന്നെത്തി നീ 3 മാസം നിന്റെ ശത്രുക്കളാൽ നശിക്കുകയോ, ദേശത്ത് 3 ദിവസം യഹോവയുടെ വാളായ മഹാമാരി ഉണ്ടായി ഇസ്രയേൽ ദേശത്തൊക്കെയും യഹോവയുടെ ദൂതൻ സംഹാരം ചെയ്യുകയോ, ഇവയിൽ ഒന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക. എന്നെ അയച്ചവനോട് ഞാൻ എന്തൊരു മറുപടി പറയേണ്ടു എന്ന് ആലോചിച്ചു നോക്കുക എന്ന് പറഞ്ഞു. ദാവീദ് ഗാദിനോട്, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു. ഞാനിപ്പോൾ യഹോവയുടെ കൈയിൽ തന്നെ വീഴട്ടെ. അവന്റെ കരുണ ഏറ്റവും വലിയതല്ലോ. മനുഷ്യന്റെ കൈയാൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. അങ്ങനെ യഹോവ ഇസ്രയേലിൽ മഹാമാരി അയച്ചു. ഇസ്രയേലിൽ 70,000 പേർ വീണുപോയി. ദൈവം യെരൂശലേമിനെ നശിപ്പിക്കേണ്ടതിന് ഒരു ദൂതനെ അവിടെ അയച്ചു. അവൻ നശിപ്പിപ്പാൻ ഭാവിക്കുമ്പോൾ യഹോവ കണ്ടു ആ അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചു നാശകദൂതനോട്, മതി, നിന്റെ കൈ പിൻവലിക്ക എന്ന് കൽപ്പിച്ചു. യഹോവയുടെ ദൂതൻ യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിനരികെ നിൽക്കുകയായിരുന്നു. ദാവീദ് തലപൊക്കി യഹോവയുടെ ദൂതൻ വാൾ ഊരി യെരൂശലേമിന് മീതെ നീട്ടിപ്പിടിച്ചും കൊണ്ട് ഭൂമിക്കും ആകാശത്തിനും മധ്യേ നിൽക്കുന്നത് കണ്ട് ദാവീദും മൂപ്പന്മാരും രേട്ടെടുത്ത് സാഷ്ടാംഗം വീണു. ദാവീദ് ദൈവത്തോട്, ജനത്തെ എണ്ണുവാൻ പറഞ്ഞവൻ ഞാനല്ലയോ? ദോഷം ചെയ്ത പാപി ഞാനാകുന്നു. ഈ ആടുകൾ എന്തു ചെയ്തിരിക്കുന്നു? യഹോവേ, എന്റെ ദൈവമേ, നിന്റെ കൈ ബാധയ്ക്കായിട്ട് നിന്റെ ജനത്തിന്മേലല്ല, എന്റെ മേലും എന്റെ പിതൃഭവനത്തിന്മേലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ ദൂതൻ ഗാദിനോട്, ദാവീദ് ചെന്ന് യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയണമെന്ന് ദാവീദിനോട് പറവാൻ കൽപ്പിച്ചു. യഹോവയുടെ നാമത്തിൽ ഗാദ് പറഞ്ഞ വചനപ്രകാരം ദാവീദ് ചെന്നു. ഒർന്നാൻ തിരിഞ്ഞ് ദൂതനെ കണ്ടു തന്റെ 4 പുത്രന്മാരുമായി ഒളിച്ചു. ഒർന്നാൻ കോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദാവീദ് ഒർന്നാന്റെ അടുക്കൽ വന്നപ്പോൾ ഒർന്നാൻ നോക്കി ദാവീദിനെ കണ്ടു. കളത്തിൽ നിന്ന് പുറത്തു ചെന്നു ദാവീദിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് ഒർന്നാനോട്, ഈ കളത്തിന്റെ സ്ഥലത്ത് ഞാൻ യഹോവയ്ക്കൊരു യാഗപീഠം പണിയേണ്ടതിന് അത് എനിക്ക് തരയണം. ബാധ ജനത്തെ വിട്ടുമാറേണ്ടതിന് നീ അത് മുഴുവിലയ്ക്ക് എനിക്ക് തരയണമെന്ന് പറഞ്ഞു. അതിന് ഒർന്നാൻ ദാവീദിനോട്, അത് എടുത്തുകൊള്ളുക, യജമാനായ രാജാവിന്റെ പ്രസാദം പോലെ ചെയ്തുകൊണ്ടാലും, ഇതാ ഞാൻ ഹോമയാഗത്തിന് കാളകളെയും വിറകനു മെതിവണ്ടികളെയും ഭോജനയാഗത്തിന് കോതമ്പിനെയും തരുന്നു, എല്ലാം ഞാൻ തരുന്നു എന്ന് പറഞ്ഞു. ദാവീദ് രാജാവ് ഒർന്നാനോട്, അങ്ങനെയല്ല, ഞാൻ മുഴുവിലയ്ക്ക് അത് വാങ്ങുകയുള്ളൂ. നിനക്കുള്ളത് ഞാൻ യഹോവയ്ക്കായിട്ട് എടുക്കുകയില്ല, ചെലവ് കൂടാതെ ഹോമയാഗം കഴിക്കുകയുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് ആ സ്ഥലത്തിന് 600 ശേക്കൽ പൊന്നു ഒർന്നാന് കൊടുത്തു. ദാവീദ് അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അവൻ ആകാശത്തു നിന്ന് ഹോമപീഠത്തിന്മേൽ തീ ഇറക്കി അവന് ഉത്തരമരളി. യഹോവ ദൂതനോട് കൽപ്പിച്ചു. അവൻ തന്റെ വാൾ വീണ്ടും ഉറയിലിട്ടു.
ആ കാലത്ത് യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിൽ വെച്ച് യഹോവ തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരളി എന്ന് ദാവീദ് കണ്ടിട്ട് അവിടെ യാഗം കഴിച്ചു. മോശെ മരുഭൂമിയിൽ വെച്ചുണ്ടാക്കിയിരുന്ന ഈ യഹോവയുടെ തിരുനിവാസവും ഹോമപീഠവും അന്ന് ഗിബെയോനിലെ പൂജാഗിരിയിലായിരുന്നു. യഹോവയുടെ ദൂതന്റെ വാളിനെ പേടിച്ചതുകൊണ്ട് ദൈവത്തോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് അവിടെ ചെല്ലുവാൻ ദാവീദിന് കഴിഞ്ഞില്ല.